കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നിന്ന് ഇടുക്കി നെടുങ്കണ്ടത്തേക്ക് പോകുന്ന KSRTC ബസ് നമ്മുടെ സ്ഥിരം പ്രശ്നബാധിത മേഖലയായ വെട്ടിച്ചിറ എത്തിയപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായൊരു സംഭവമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. KSRTC ബസ് വന്നു, ഫാസ്ടാഗിൽ പൈസയുണ്ട്, ഫാസ്ടാഗ് റീഡാവുന്നില്ല. ഫാസ്ടാഗ് റീഡാവാത്തതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ഒരു പരിധിവരെയൊക്കെ ഒരു ബസ് ഒക്കെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. നിങ്ങൾ കാറും മറ്റു കാര്യങ്ങളൊക്കെ തടഞ്ഞു നിർത്തി മണിക്കൂറുകളോളം തടഞ്ഞു നിർത്തി അവരുടെ അടുത്ത് ഗുണ്ടായിസ് നടത്തും. പക്ഷേ KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ പോലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് അതിനകത്ത് 1-2 ആൾക്കാരല്ല, 10ഉം 50ഉം ആളുകളുള്ളതാണ്. അവർ കൃത്യസമയത്ത് എത്തേണ്ട ആളുകളുമാണ്. അപ്പോൾ നമ്മൾ രാത്രി യാത്ര എന്തിനാണ് ബസ്സുകൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കൃത്യസമയത്ത് എത്താം, ഒന്ന് ഉറങ്ങിയൊക്കെ പോയി കൃത്യസമയത്ത് എത്താമെന്നുള്ളതുകൊണ്ടാണ്. ആ കൃത്യസമയത്ത് എത്തിക്കും എന്നുള്ള ഉറപ്പ് KSRTC നൽകുന്നതോടുകൂടിയാണ് KSRTC ബസ്സുകളിലെ യാത്ര നമ്മൾ. പക്ഷേ ഇതുപോലുള്ള ടോൾ പ്ലാസകളിലെ ആളുകളുടെ ഗുണ്ടായുസം കൊണ്ട് സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അതിനകത്ത് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകും. അത് മനസ്സിലാക്കിയ ഡ്രൈവറും കണ്ടക്ടറും പുറത്തിറങ്ങിയിട്ട് അവിടെ തടസ്സം നിൽക്കുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റാൻ ശ്രമിച്ചു. 1-2 തവണ എടുത്ത് മാറ്റി. അപ്പോൾ വീണ്ടും അവിടെയുള്ള സെക്യൂരിറ്റി എന്നല്ല, അവിടെയുള്ള ഗുണ്ടകൾ തിരിച്ച് അതുപോലെ തന്നെ അവിടെ വെച്ചു. പക്ഷേ നമ്മുടെ കണ്ടക്ടർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റി വീണ്ടും. പിന്നെ നാട്ടുകാർ 1-2 പേര് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ സമയത്തും ചിലപ്പോൾ ഉറക്കമായിട്ടായിരിക്കാം ബസ്സിലുള്ള ആരും ഇറങ്ങി വന്നിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല. ആ സാധനങ്ങൾ എടുത്ത് മാറ്റി KSRTC ബസ് അവർ തടസ്സം നിർത്തിയ സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് KSRTC അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ കൈയടിക്കേണ്ടി വരും.